ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നർ ആരായിരിക്കും എന്നുള്ളൊരു പ്രഡിക്ഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിലവിലെ ടോപ്പ് 5 ലീഗിലെ 5 താരങ്ങളെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 5-ാം സ്ഥാനത്ത് ജൊനാഥൻ ഡേവിഡ്സ് ആണ്, കനേഡിയൻ താരം. ഈ ഒരു താരത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് വളരെയധികം അണ്ടർ റേറ്റഡ് ആയിപ്പോയോ എന്ന് ഞാൻ പലതവണ ചിന്തിച്ചൊരു കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ ഫ്രഞ്ച് ലീഗിലാണ് കളിക്കുന്നത്, അത്ര വലിയ ടഫസ്റ്റ് ലീഗല്ല, എത്ര വേണമെങ്കിൽ ഗോൾ സ്കോർ ചെയ്യാമെന്നൊക്കെ പറയാം. ആ ഒരു ലീഗിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ആൾ ടോപ്പ് സ്കോററാണ്. പക്ഷേ ലീഗിൽ എങ്ങനെയാണോ കളിക്കുന്നത് അതിൻ്റെ ഡബിൾ പവറാണ് ചാമ്പ്യൻസ് ലീഗിലേക്ക് വരുന്ന സമയത്ത്. ഈ ഒരു പ്ലെയറിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു മാച്ചസ് ഞാൻ വാച്ച് ചെയ്തത് റയൽ മാഡ്രിഡുമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു. ആ ഒരു മത്സരത്തിൽ 2 ഗോളും സ്കോർ ചെയ്തതാണ്. ഒരു സെൻറ്റർ ഫോർവേഡാണ് പൊസിഷൻ വരുന്നത്. പക്ഷേ സെൻറ്റർ ഫോർവേഡിൽ മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു പ്ലെയർ അല്ല. ഒരു പരിധിവരെ ബെൻസിമ എന്ന ഒരു പ്ലെയറിൻ്റെ ആ ഒരു ഫുള്ളായിട്ടല്ല, ആ ഒരു പ്ലെയറിൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈലായിട്ട് എനിക്ക് ചില സമയത്ത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. കാരണം ബോക്സിൽ മാത്രം പ്ലേ ചെയ്യുന്ന ഒരു പ്ലെയർ അല്ല, ഡിഫെൻസീവിലും അത്യാവശ്യം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ടാലൻ്റ് ഉള്ള ഒരു പ്ലെയറായിട്ടും ഓവറോൾ ഓക്കെയാണ്. ആ ഒരു താരത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അധികം ആരും സംസാരിച്ച് കേൾക്കാത്തൊരു പ്ലെയറുമാണ് ഡേവിഡ്സിനെ കുറിച്ചിട്ട്. നിലവിൽ ഒരുപാട് റൂമേഴ്സൊക്കെ വരുന്നുണ്ട്. വരുന്ന സമ്മറിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്കും അതുപോലെ വേറെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അതുപോലെ അത്ലറ്റിക്കോ മാഡ്രിഡൊക്കെ ഈ താരത്തിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടോ എന്നാണ് ഒരുപാട് റൂമേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. വരുന്ന സമ്മറിൽ അങ്ങനെ ഒരു ട്രാൻസ്ഫർ ഒരു വലിയൊരു ടീമിലേക്ക് പോകാൻ സാധിക്കുകയാണെങ്കിൽ താരത്തിൻ്റെ ഫ്യൂച്ചർ അത് നല്ല രീതിയിൽ അത് ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 4-ാം സ്ഥാനത്ത് ഹാരി കെയ്നാണ്. ഹാരി കെയ്ൻ നിർഭാഗ്യം എന്നാണ് ഹാരി കെയ്നെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് ആദ്യം എൻ്റെ മൈൻഡിലേക്ക് വരുന്നത്. ടോട്ടൻഹാം പോലത്തെ ഒരു ടീമിൽ ഒരുപാട് വർഷം പ്ലേ ചെയ്തു. പക്ഷെ അവിടെ പുള്ളിയുടെ ആ ഒരു ഫോം നിലനിർത്തുന്നുണ്ട്, നല്ല രീതിയിൽ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്, ടോപ്പ് സ്കോററായിട്ടൊക്കെ ഒരുപാട് സീസൺ വന്നിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷേ ഇതുവരെ ഒരു മേജർ ട്രോഫി നേടാൻ സാധിച്ചില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. ഇപ്പം ബയൺ മ്യൂണിച്ചിലായാലും പുള്ളിയുടെ ആ ഒരു ഫോം എവിടെ പോയാലും അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ദുഷ്പേര് ഹാരി കെയ്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരുപാട് ട്രോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ 4-ാം സ്ഥാനത്ത് ഹാരി കെയ്നെ തന്നെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. 3-ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ എർലിംഗ് ഹാലൻഡ് ഗോൾ സ്കോറിങ്ങിൽ ഇപ്പോഴും വലിയൊരു പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ ഒരു ബോക്സ് പ്ലെയർ മാത്രമായിട്ടാണ് എനിക്ക് എർലിംഗ് ഹാലൻഡിനെ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഡേവിഡ്സിനെ കുറിച്ചിട്ട് പറയുന്നത് പോലെ ഡിഫെൻസീവിലി വലിയൊരു സപ്പോർട്ട് ചെയ്യാൻ പറ്റിയൊരു പ്ലെയർ, അതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു ടാലൻ്റ് ഉള്ളൊരു പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ഡിബ്രൂയിനെ പോലെയോ അല്ലെങ്കിൽ ഒരു ടോണി ക്രൂസ് പോലെയുള്ള ഒരു പ്ലെയറിൻ്റെ ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിലും മാത്രമേ ഒരു ഫുൾ ടാലൻറ്റ് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത് ഒരു വൺ മാൻ ഷോ കാണിക്കാൻ പറ്റിയ ഒരു ടാലൻ്റ് ഉള്ള ഒരു പ്ലെയറായിട്ട് എർലിംഗ് ഹാലൻഡ് സാധിക്കുകയില്ല. സോ 3-ാം സ്ഥാനത്ത് എർലിംഗ് ഹാലൻഡ്. 2-ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ ജൂഡ് ബെല്ലിംഗാം. ഈ സീസൺ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾ ഫയറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ലാസ്റ്റ് കളിച്ച മാച്ചിലും ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പത്തെ മാച്ചിലൊക്കെ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബെല്ലിംഗാമിനെ ഇപ്പോൾ പറയുമ്പോൾ ഞാൻ ആദ്യം പോലെ ഡേവിഡ്സിനെ പോലെയല്ല കമ്പയർ ചെയ്യുന്ന. ആളുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഡോർട്ട്മണ്ടിൽ കളിക്കുന്ന സമയത്ത് DMFലായിരുന്നു. മാഡ്രിഡിൽ വന്ന സമയത്ത് മാഡ്രിഡിൻ്റെ അവസ്ഥ മൊത്തത്തിൽ അലങ്കോലമായിരിക്കുന്ന സമയത്ത് കാർലോ വിളിച്ച് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലേക്ക് പ്ലേസ് ചെയ്തു. ആ ഒരു പൊസിഷനിലേക്ക് ഓക്കെ ആയി വന്നതിന് ശേഷമാണ് എഗെയിൻ ബാക്കിലേക്ക് കാർലോൻ്റെ ടാക്ടിക്സിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാമല്ലോ, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു പ്രശ്നം കുറച്ചൊരു മാച്ചസിൽ കാണാൻ വേണ്ടി സാധിച്ചു. പക്ഷേ ആളിപ്പോൾ ഓക്കെയാണ്. ഈ ഒരു ഫോം കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും വിന്നറാവാൻ, അത് ഗോൾഡൻ ബൂട്ട് വിന്നറാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 1-ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ഒരാവശ്യമില്ല, എനിക്ക് നല്ല പോലെ അറിയാം. മുഹമ്മദ് സലാഹ് ഈ ഒരു സീസൺ വൈൽഡ് ഫയറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഏത് ലീഗിലായാലും പുള്ളിയുടെ ഈ ഒരു സീസൺ ലിവർപൂളിൽ അവസാനത്തെ സീസൺ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുവരെ
അതിനെക്കുറിച്ചൊരു വലിയ രീതിയിലുള്ള റൂമേഴ്സോ കാര്യങ്ങളോ ഇതുവരെ ഒന്നും വരാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ബാഴ്സലോണയിലേക്ക് പോകുന്നതൊക്കെ പറയുന്നതായിട്ട് കേട്ടു. പക്ഷേ അത് ജസ്റ്റ് റൂമേഴ്സ് മാത്രമാണ്. ലിവർപൂളിൽ തന്നെ തുടർന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ആ ഒരു സ്ക്വാഡായിട്ട് പുള്ളി അത്രയും കണക്റ്റായി. ഈ ഒരു അവസ്ഥയിൽ വേറൊരു ക്ലബിലേക്ക് പോയി ഇങ്ങനെ ആ ഒരു ഫോം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് എർലിംഗ് അല്ല, മുഹമ്മദ് സലയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗായ്സ് ജസ്റ്റ് പ്രഡിക്ഷൻ മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.